ഡിസംബർ മാസത്തിൻ്റെ എക്സാമിനേഷൻ കാലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സിവിലിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. 097/2025 180/2025 എക്സാം ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും പബ്ലിക് വർക്ക്സുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള എക്സാം ആയിരിക്കും. എക്സാം ഡേറ്റ് വരുന്നത് ഡിസംബർ 11-നാണ്. 11/12/2025 വ്യാഴാഴ്ചയാണ് വരുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് 27/11/2025 തൊട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സെപ്റ്റംബർ 22 തൊട്ട് ഒക്ടോബർ 11 വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത് ഇതിൻ്റെ സിലബസുകളാണ്. സോ ഫസ്റ്റ് നമുക്ക് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ സിവിലിൻ്റെ നോക്കാം. രണ്ടിനും സെയിം തന്നെയാണ് നമുക്ക് സിലബസ് വരുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റിന് സിവിൽ KSHBയുടെയും അതുപോലെ തന്നെ PWDയുടേതിനും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേഗം ഒന്ന് നോക്കാം. 10 മാർക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും ആണ് വരുന്നത്. അടുത്ത 10 മാർക്ക് വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. അടുത്ത 10 മാർക്ക് സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ ആണ്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ 20 മാർക്കുണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ 10 മാർക്സ് ആണ്. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് 20 മാർക്സ് ആണ്. പിന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ 10 മാർക്കും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അർബൻ പ്ലാനിങ്ങിലും 10 മാർക്സ് തന്നെയാണ്. നമുക്ക് ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഇതിൻ്റെ സിലബസ് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് വൺ സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 097/2025 ആൻഡ് 180/2025 രണ്ടിനും സെയിം സിലബസ് തന്നെയാണ്. ഒരു എക്സാം തന്നെയാണല്ലോ രണ്ടിനും നടത്തുന്നത്. അപ്പോൾ സിലബസിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല, അഡീഷണൽ ടോപ്പിക്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്.